ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇത് ശരിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്ന സ്റ്റഡി വ്ലോഗിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഫുൾ വന്നിരിക്കുന്നത് +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എക്സാം ടിപ്സ്, അതുപോലെ തന്നെ സ്റ്റഡി ടിപ്സ്, അതുപോലെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമേ ഉള്ളൂ, കുറേ നാളായിട്ട് അലമ്പായിരുന്നു, ഇപ്പോഴാണ് പഠിക്കാൻ തുടങ്ങി, അങ്ങനെ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നു. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വീഡിയോയിൽ ഇത്രയും കമൻറ്റ്സ്, അത് റിപ്പീറ്റ് ആയിട്ടുള്ള കുറേ കമൻറ്റ്സ് വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഈ +1 ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് സ്റ്റഡി വ്ലോഗ് ഇടുന്ന ആളല്ല, പക്ഷെ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എക്സ്പെഷ്യലി മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു +1 ബയോ അല്ലെങ്കിൽ ബയോ സയൻസിൽ ബയോ മാത്സുകാരുടെ ടൈം ടേബിളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട അനുസരിച്ച് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ ടൈം ടേബിളും ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പം ഞാൻ എൻ്റെ സ്റ്റഡി ടിപ്സും ഞാൻ പറയുന്ന സ്റ്റഡി ടിപ്സും ടൈം ടേബിളും ഷെഡ്യൂളും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന പിക്ചേഴ്സ്, ഞാൻ കൊടുത്തിരിക്കുന്ന കോഡ്സും കാര്യങ്ങളും എല്ലാം ഞാൻ ആ ഇമേജായിട്ട് ഞാൻ ഡ്രൈവ് ലിങ്കിൽ അറ്റാച്ച് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് നിങ്ങൾ ചെക്കൗട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കിട്ടിയ ടൈം ടേബിൾ വെച്ചിട്ട് March 6 നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. March 6 തൊട്ട് March 29 വരെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ March 6 ലാംഗ്വേജ് ആണ് മലയാളം ഓർ ഹിന്ദി, March 15 കെമിസ്ട്രി, March 20 ബയോ, March 22 ഫിസിക്സ്, March 25 മാത്സ്, March 29 ഇംഗ്ലീഷ്. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓൾമോസ്റ്റ് February 21 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് February 22 to March 2, ഞാൻ March 2 വരെയുള്ളതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. March 2 വരെ കണക്കാക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ഡേയ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾ ഇടയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണുവാണെങ്കിലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈവൻ 10 ഡേയ്സ് ആണെങ്കിലും 5 ഡേയ്സ് ആണെങ്കിലും പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് March 6 മലയാളം ഓർ ഹിന്ദി ആയിരിക്കും. അപ്പം മിനിമം ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനും വേണ്ടിയിട്ട് 3-4 ദിവസങ്ങൾ വേണം. അതിനാണ് ഞാൻ March 2 വരെ വെച്ചിരിക്കുന്നത്. കാരണം മലയാളം ഓർ ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഒരു 3 ഡേയ്സും കൂടെ കുറച്ചിട്ട്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്കൗട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഒരു എക്സാം പാറ്റേണോ, നിങ്ങൾ കുറേ മൊഡ്യൂൾസ് കുറേ ടോപ്പിക്സ് കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. നോർമലി വരുന്ന എക്സാം പാറ്റേൺ എങ്ങനെയാണോ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മാക്സിമം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സോൾഡ് ഔട്ട് ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന ടൈമിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും പ്രീവിയസ് ഒരു 3-4 വർഷം ബാക്കിലുള്ള, അല്ലെങ്കിൽ മിനിമം ഒരു 2 വർഷം ബാക്കിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ചെക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 70 to 80% സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും, ഏറ്റവും മിനിമം. അപ്പം അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. നിങ്ങൾ പഠിക്കുന്ന മൊഡ്യൂൾ വൈസ് പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. കാരണം പിന്നീട് നിങ്ങൾക്ക് അത് ഫുള്ള് വായിക്കേണ്ടി വരരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ സിലബസ് പക്ക ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണോ വരുന്നത് അതെല്ലാം അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അറിഞ്ഞിരിക്കണം. പിന്നെ ബ്രേക്സ് എടുക്കുക. ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു പോമഡോറോസ്. ഈ പോമഡോറോസ് എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ ലിങ്ക് കാണും, ഞാൻ വീണ്ടും ഈ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോമഡോറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റഡി ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. ഒരു ദിവസം 10 മണിക്കൂർ. അങ്ങനെ ഒരു 1.5 hours പോമഡോറോസ് നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കി വെക്കുക. അപ്പോൾ ലാസ്റ്റ് വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചിരുന്നു സ്ക്രീൻ ഓഫായി പോകില്ലേ. സ്ക്രീൻ ഓഫായി പോകത്തില്ല, നിങ്ങളത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് എത്ര നിങ്ങൾ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കണം, ബ്രേക്ക് എടുക്കണം എന്നൊക്കെ കാണും. അങ്ങനെ കറക്റ്റ് ഈക്വൽ ആയിട്ട് ബ്രേക്ക് എടുത്ത് നിങ്ങൾ പോവാം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുക. അതിനുള്ളൊരു സെക്ഷൻ ഞാൻ നെക്സ്റ്റ് ടൈം ടേബിളിനകത്ത് പറയുന്നുണ്ട്. പിന്നെ മാക്സിമം ഫോൺ യൂസേജ് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്റ്റയിലോ എന്തെങ്കിലും ഒരു അടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ലൈക്ക് വന്നോ അതിന് കമൻറ്റ് വന്നോ എന്നൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം ഇനി നിങ്ങൾക്ക് വളരെ വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ, പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പം എനിക്ക് പറ്റുന്ന പോലെ ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി പറയാം.
വീഡിയോയുടെ ലാസ്റ്റ് വരെ എന്തായാലും കാണും. അതിനകത്ത് ഞാൻ ടൈം ടേബിൾ പറയുന്നുണ്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക. അപ്പോൾ അതിനും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മുടെ ഇരിക്കുന്ന സ്റ്റഡി പ്ലേസ് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസെൻട്രേഷൻ പോകുന്ന ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെക്കാതെ പഠിക്കേണ്ട സാധനങ്ങൾ മാത്രം വെച്ച് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടീവ് കിട്ടും. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് കുറച്ച് സെൻറ്റഡ് ക്യാൻഡിൽസോ അങ്ങനെയൊക്കെ വെക്കുന്ന ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ചന്ദനത്തിരിക്ക് കത്തിച്ച് വെക്കുമ്പോൾ എനിക്ക് കുറച്ച് കാംനെസ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ്. നമ്മൾ ഇത്ര മണിക്കൂർ ഒരു കിടന്നുറങ്ങാതെ കിടന്ന് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് എന്തായാലും വേണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സാമാണ്, അതിനൊരു മോട്ടീവ് വേണം, ഒരു മോട്ടിവേഷൻ വേണം. അതിന് മീൻസ് എക്സാമിന് ഒത്തിരി പേടിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു പോയിൻ്റാണ്, ഇതിൽ നല്ല സ്കോർ ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വേണം. കാരണം വേറൊരാൾ പ്രഷർ ചെയ്ത് ഒരിക്കലും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നണം നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ ഞാൻ പറഞ്ഞ സ്ലീപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബോഡി നമ്മൾ പ്രോപ്പറാക്കി വെക്കുക. പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് കാമായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡീനെ ഇപ്പം നമ്മൾ ഞാൻ ഒത്തിരി ഈ ചേച്ചി പറഞ്ഞ് ഫുഡ് കഴിക്കരുത്, അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. പുറത്തുനിന്നുള്ള ഫുഡുകൾ കൂടുതലും അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കുമ്പം ഞാൻ പോലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളാണ്. എന്നാലും നമുക്ക് ഉറക്കം വരാനുള്ള ടെൻഡൻസി കൂടും, ബോഡി ഭയങ്കരമായിട്ട് വീക്കാവും, കിടന്നുറങ്ങാൻ തോന്നും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് കുറച്ചിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് മനസ്സിലാക്കി എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാം ഡേറ്റ് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത്രയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള മേജറായിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ ടൈം ടേബിളിലോട്ട് പോവാം. ഈ ടൈം ടേബിളിനകത്ത് ബേസിക്കലി ഞാൻ പറയുന്നത് ഫെബ്രുവരി 22 തൊട്ട് മാർച്ച് 2 വരെ. ഇനി അതല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ മാർച്ച് 2 മുമ്പ് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ പറയുന്ന ടൈം ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യമേ തന്നെ ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഫെബ്രുവരി 22 തൊട്ട് മാർച്ച് 2 വരെ ഒരു 4:30 എണീക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രഷ് ചെയ്ത് ഫ്രഷായി മുഖമൊക്കെ ഒന്ന് കഴുകിയിരിക്കാം. പിന്നെ 5 to 6:30 ഫസ്റ്റ് നമ്മുടെ സ്റ്റഡി ടൈം 1.5 സ്റ്റഡി ടൈം. സബ്ജക്റ്റ് 1 ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാടുള്ള സബ്ജക്റ്റ് ഏതാണോ അല്ലെങ്കിൽ മീഡിയം ആയിട്ട് നിൽക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അത് വായിക്കുക. കാരണം രാവിലെ നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് പഠിക്കുന്നത് കുറച്ചും കൂടി നമുക്ക് തലയിൽ കയറുകയും ചെയ്യും. അതിനുശേഷം ഒരു 1/2 hour ഫ്രഷപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് ടൈം ബ്രേക്ക് എന്തെങ്കിലും ഒക്കെ എടുക്കാം. പിന്നെ 7 to 8:30 നിങ്ങൾ അടുത്ത സെക്ഷൻ സബ്ജക്റ്റ് 2 നോക്കുക. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റോ നിങ്ങൾക്ക് ഫ്രഷ് ആവണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ 9 to 11 വീണ്ടും സബ്ജക്റ്റ് 3 നോക്കുക. പിന്നെ വീണ്ടും ബ്രേക്ക് 11:30 to 1 വീണ്ടും സ്റ്റഡി ഫോർ സബ്ജക്റ്റ് 4. പിന്നെ ലഞ്ച് ബ്രേക്ക് എക്സെട്ര. പിന്നെ 3 to 4:30 വീണ്ടും ഒരു സ്റ്റഡി സബ്ജക്റ്റ് 5. പിന്നെ ടീ ബ്രേക്ക് അങ്ങനെ പോവാം. പിന്നെ 5:30 to 7 നെക്സ്റ്റ് സബ്ജക്റ്റ് 6. നിങ്ങൾക്ക് അപ്പോൾ 6 പേപ്പേഴ്സ് ആണുള്ളത്. അങ്ങനെ 6 സബ്ജക്ട്സ് വരെ നിങ്ങൾ എത്തിക്കുക. പിന്നെ ഡിന്നറിന് ശേഷം ലാസ്റ്റ് സെക്ഷൻ 1.5 ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു അറ്റ്ലീസ്റ്റ് ജസ്റ്റ് എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമ്മൾ പഠിച്ച 6 സബ്ജക്റ്റും ഞാൻ ഈ 6 സബ്ജക്റ്റും പറയുന്നത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കരുത്. ഒരു ദിവസം അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് തീരാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ ഇരിക്കേണ്ടി വരും. അപ്പം അതുപോലെ നമുക്ക് എല്ലാ സബ്ജക്റ്റിനും മാർക്ക് വേണം അല്ലേ, ഒരെണ്ണത്തിന് മാത്രം കൂടുതൽ മാർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പം നമ്മൾ മാക്സിമം ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾ ഇത്രയും സബ്ജക്റ്റ് നിങ്ങൾ കവർ ചെയ്യുന്നു, എല്ലാ സബ്ജക്റ്റും ഒരു ദിവസം, അത് ഇത്തിരി ടോപ്പിക് ആണെങ്കിലും നമ്മൾ അത്രയും കവർ ചെയ്യുന്നുണ്ട്. പിന്നെ 8 to 9:30 ഞാൻ പറഞ്ഞു റിവിഷൻ ടൈം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത്രയും പഠിച്ചതെന്ന് ഷോർട്ട് നോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ അന്നത്തെ ദിവസം എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ക്ലിയർ ചെയ്ത് വിടുക. ഇതാണ് ഞാൻ പറഞ്ഞ 10 days ടൈം എക്സാം ടൈം. അല്ലെങ്കിൽ സെയിം സബ്ജക്ട്സ് നമ്മൾ ഇതേ ഷെഡ്യൂൾ തന്നെ നിങ്ങൾ 10 ദിവസം പഠിച്ചു. അപ്പോൾ ഈ 1.5 hour into 10 അത്രയും സമയം നമുക്ക് കിട്ടുവാണ്. ഓൾമോസ്റ്റ് ഒരു 15 to 20 hours നമുക്ക് കിട്ടുവാണ് ഒരൊറ്റ സബ്ജക്റ്റിന് തന്നെ. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അത്രയും കാര്യങ്ങൾ മൊഡ്യൂൾ വൈസ് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. ഈ ടൈമിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യേണ്ട. ഈ ടൈമിൽ പ്രോപ്പറായിട്ട് മൊഡ്യൂൾസും കാര്യങ്ങളും അറ്റ്ലീസ്റ്റ് അറിഞ്ഞെങ്കിലും ഇരിക്കാം. ഇനി അടുത്ത ഞാൻ പറയുന്നത്
ഇനി മാർച്ച് 6 to മാർച്ച് 29 വരെയാണ് നമ്മുടെ എക്സാം. അടുത്തത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ആ എക്സാം ടൈമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ട ടൈമാണ്. അത് ഏകദേശം നമുക്കിപ്പം മാർച്ച് 3 to 5 എന്ന് പറഞ്ഞാൽ 3, 4, 5 ലാംഗ്വേജ് ചെയ്താൽ, കാരണം മാർച്ച് 6 ലാംഗ്വേജ് ആണല്ലോ. അപ്പം മലയാളം ഓർ ഹിന്ദി 3, 4, 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 3, 4 നോക്കുക. ആ നോക്കി എത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ 5-ാം തീയതി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് 12, 13, 14. പിന്നെ മാർച്ച് 17, 18, 19 ബയോളജിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് 2 ദിവസം എക്സാമിന് നോക്കുക. 19th ഡേ എക്സാം അല്ല, ഫസ്റ്റ് 2 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. 19th അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയിൽ ഇതെല്ലാം വായിച്ച് നോക്കുക. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതിനുശേഷം മാർച്ച് 21 ഫിസിക്സ് നോക്കുക. പിന്നെ അതിനുശേഷം മാർച്ച് 23, 24 മാത്സ് നോക്കുക. മാർച്ച് 26, 27, 28 ഇംഗ്ലീഷ്. ഇതിനിടയ്ക്ക് ഞാൻ വേറെ കുറച്ച് അധികം ഗ്യാപ്സ് ഉണ്ട്, കാരണം ബാക്കിയുള്ള 3 ഡേയ്സ് മതി എല്ലാ സബ്ജക്റ്റിനും വേണ്ടിയിട്ട്. പക്ഷെ അല്ലാതെ 7, 8, 9, 10, 11 മാത്സും ഫിസിക്സും കൂടെ ഒരുമിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ ആ 6 സെക്ഷനിൽ 7ാമത്തെ സെക്ഷൻ റിവിഷനാണ്. അല്ലാത്ത 6ാമത്തെ സെക്ഷനിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 6 സെക്ഷൻസ് ഉണ്ട്, 7ാമത്തെ സെക്ഷൻ റിവിഷൻ. അങ്ങനെ 6 സെക്ഷനിൽ നിങ്ങൾ 3 മാത്സും 3 ഫിസിക്സും ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ 16th ഇതുപോലെ തന്നെ 3 സെക്ഷൻ മാത്സും 15 ഫിസിക്സും നോക്കാം. പിന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എക്സാമിൻ്റെ ഡിവിഷൻസ് കറക്റ്റായിട്ട് വരും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പം ഇതാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തൊരു എക്സാം ടൈം ടേബിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഇനി ഇത്ര സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കൽ, പറ്റുന്നത്ര റിവൈസ് ചെയ്ത് പോവുക. പിന്നെ ഇനി നിങ്ങൾക്ക് അതല്ല എക്സാം ടൈമിൽ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടനെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ പോമഡോറസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറയുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഷെഡ്യൂൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇതൊരു ടൈമുമായിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഓൾട്രേഷൻസ് ഒക്കെ വരുത്താനുണ്ടെങ്കിൽ ഓൾട്രേഷൻസ് വരുത്തുക. നിങ്ങൾക്ക് ഇനി ഇതല്ല കുറച്ചും കൂടി എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കേണ്ട. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് ഇനി അതല്ല വേറെ ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാവോ, സബ്ജക്ട്സിൽ വ്യത്യാസം എത്തണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് തരാവുന്നതാണ്. പിന്നെ എനിക്ക് കിട്ടിയ ലിമിറ്റഡ് സോഴ്സസ് വെച്ചിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക്, എനിക്കറിയില്ല, ഞാനല്ല നിങ്ങളാണ് പഠിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടിക്കരുത്, മറക്കരുത്. അപ്പം ലാസ്റ്റ് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ ഇനി +1 എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മാക്സിമം നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ബൂസ്റ്റ് ചെയ്യണം, നമ്മളെ തന്നെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പം എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുവാണ്. കാരണം നമ്മൾ ഒത്തിരി പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. ചിലവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റിൽ അറിയിക്കുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ ഇത്രയും പേരുടെ കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും സഡൻ ആയിട്ട് ഇത്രയും നോട്ട്സും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്ത് ഉടനെ തന്നെ വീഡിയോ ചെയ്തത്. അപ്പം ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.